കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് വെലാസറാപ്റ്ററുകൾ ടർബോയിനെയും ബ്ലോയിനെയും പിടിച്ചു വെക്കുന്നതാണ്. ഈ എപ്പിസോഡിൽ നമുക്കതിൻ്റെ ബാക്കി കാണാം. ഇങ്ങനെ വെലാസറാപ്റ്ററുകൾ ഇവർ രണ്ടാളെയും ഒരു ഗുഹയിൽ പിടിച്ചുകൊണ്ട് പോയിടുകയാണ്. എന്നിട്ട് അവരോട് പറയാൻ ഇനി ഒരിക്കലും എവിടെ നിന്ന് കീന്നു പോയിട്ടുണ്ടെങ്കിൽ. അടുത്തതിൽ നിന്ന് നമ്മൾ കാണുന്നത് നമ്മളുടെ സ്പെക്കിൾസിനെയും ടർബോയിനെയും ജെസിയുമാണ്. അവർ അവിടെ കാണുന്നത് കുറേ വെലാസറാപ്റ്ററുകൾ കൂടി ഈ ഫ്ലൈയിങ് ഡൈനോസറിനെ പിടിച്ചുകൊണ്ട് ഇരിക്കുകയാണെന്ന്. അപ്പോഴാണ് വെലാസറാപ്റ്ററുകളുടെ കണ്ണ് ഡിക്കോയിലേക്ക് വരുന്നത്. ഡിക്ക അവിടെ കിടന്ന് അവരെ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. വെലാസറാപ്റ്ററുകൾ ഉടനെ ആ ഫ്ലൈയിങ് ഡൈനോസറിനെ വിട്ടിട്ട് ഡിക്കോയുടെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. അങ്ങനെ അവർ ഡിക്കോയുടെ പിന്നാലെ ഓടുമ്പോൾ ഡിക്കോ ഓടുകയാണ്. അങ്ങനെ അവരെ ഡിക്കോ ഒരു മലയിൻ്റെ അറ്റത്ത് വരെ ഉണ്ടാക്കുകയാണ്. ഡിക്കോ അവിടെ കുടുങ്ങിപ്പോവുകയാണ്. ഈ 3 വെലാസറാപ്റ്ററുകളും ഡിക്കോയെ വളയുകയാണ്. അപ്പോഴാണ് നമ്മളുടെ സ്പെക്കിൾസും ജെസ്സിയും അവിടെ വന്നത്. അവർ ഈ വെലാസറാപ്റ്ററുകളിൽ നിന്ന് ഒന്നിനെ പിടിക്കുകയാണ്. എന്നിട്ട് അവർ ചോദിക്കുകയാണ്, നീ ഞങ്ങളുടെ മക്കളെ എവിടെയാണ് വെച്ചത്? വെലാസറാപ്റ്റർ ഒന്നും പറയുന്നില്ല. അവർ അവനെ കുറേ പേടിപ്പിച്ചു. അങ്ങനെ അവർക്ക് അതിനേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴാണ് നമ്മളുടെ ഡിക്കോ വന്ന് അവൻ്റെ വാലിനെ കൊണ്ട് വെലാസറാപ്റ്ററിന് ഒറ്റ അടി വെച്ചു കൊടുക്കുന്നത്. അതങ്ങനെ നിലത്ത് പോവുകയാണ്. അങ്ങനെ ഇവർ പോകുന്ന വഴിക്കിടയിൽ കുറേ പാറക്കല്ലുകൾ വീണു പോവുകയാണ്. അപ്പോഴാണ് അവർ ബ്രാച്ചിയോസോറസുകളെ കാണുന്നത്. അത് ഇവർ നേരത്തെ സഹായിച്ച ബ്രാച്ചിയോസോറസുകളാണ്. അവരെ സഹായിക്കാൻ വേണ്ടി ബ്രാച്ചിയോസോറസിനെ അവർ വിളിക്കുകയാണ്. അങ്ങനെ ബ്രാച്ചിയോസോറസുകളെല്ലാം അവിടേക്ക് വരികയാണ്. എന്നിട്ട് അവരെല്ലാം കൂടി ഇവരെ സഹായിച്ച് ആ കല്ലുകൾ മാറ്റിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. സീനിൽ നമ്മൾ കാണുന്നത് കുറേ വെലാസറാപ്റ്ററുകളെയാണ്. അവരെല്ലാം കൂടി ഇവരുടെ മുന്നിലേക്ക് ഇവരെ ആക്രമിക്കാൻ വരികയാണ്. പക്ഷേ നമ്മളുടെ സ്പെക്കിൾസും ജെസ്സിയും ഡിക്കോയും എല്ലാം കൂടി അവരോട് പോരാടുകയാണ്. ഇതൊരു വലിയ പോരാട്ടം തന്നെയാണ് സംഭവിക്കുന്നത്. വെലാസറാപ്റ്ററുകളാണെങ്കിൽ കുറേ ഉണ്ട്. പക്ഷെ നമ്മളുടെ സ്പെക്കിൾസിനും ജെസ്സിക്കും അതൊന്നുമല്ല. ഡിക്കോയും മോശമില്ലായിരുന്നു. ഡിക്കോ എല്ലാം നല്ല വീഴ്ത്തിക്ക് അവൻ്റെ വാലിനെ കൊണ്ട് എല്ലാത്തിനെയും അടിച്ച് വീഴ്ത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇവർ ഈ വെലാസറാപ്റ്ററുകളെല്ലാം അടിച്ചതിന് ശേഷം അപ്പുറം കിടക്കുകയാണ്. അവിടെ കാർണിറ്റോറസ് എല്ലാ കുട്ടി ഡൈനോസറടുത്തും വന്ന് പറയുകയാണ്, നിങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള സമയമായി. വേഗം എല്ലാവരും ഓടി എൻ്റെ കൂടെ പുറത്തേക്ക് വരിക. അങ്ങനെ എല്ലാവരും ഓടുകയാണ്. അതിനിടയ്ക്ക് ഈ വെലാസറാപ്റ്ററുകൾ മുന്നിൽ പെടുകയാണ്. അവരെല്ലാം ഇടിച്ച് തെറിപ്പിച്ചിട്ടാണ് ഇവരെല്ലാം ഓടുന്നത്. കാർണിറ്റോറസ് നമ്മുടെ ബ്ലൂവിനെയും ടർബോനെയും വിളിക്കാൻ അതിൻ്റെ അകത്തേക്ക് വരികയാണ്. അങ്ങനെ അവർ 3 പേരും കൂടി ഇതിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് ഓടുകയാണ്. പക്ഷെ നമ്മളുടെ ജെസ്സിയും ഡിക്കോയും സ്പെക്കിൾസുമെല്ലാം ഇതിൻ്റെ ഇടയ്ക്ക് ഇവരെ തപ്പി നടക്കുകയായിരുന്നു. അപ്പോഴാണ് എല്ലാവരും അഗ്നിപർവ്വതത്തിൻ്റെ അടുത്തേക്ക് ഓടുന്നത്. അഗ്നിപർവ്വതം പൊട്ടുകയാണ്. എല്ലാവരും നേരെ തിരിഞ്ഞ് ഓടുകയാണ് ചെയ്യുന്നത്. ഇവിടെ കാർണിറ്റോറസും ടർബോവും ബ്ലൂ എല്ലാം ഒരു സൈഡേക്ക് ഓടുകയാണ് ചെയ്യുന്നത്. അവർ അങ്ങനെ അഗ്നിപർവ്വതത്തിൻ്റെ നടുക്ക് എത്തുകയാണ്. അവർ അവിടെ എത്തുമ്പോഴോ അവർ മുമ്പിൽ കാണുന്നത് ഈ ഗ്രേനെയാണ്. അവർക്ക് അവനോട് നല്ല ദേഷ്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കാർണിറ്റോറസ്. കാരണം ഗ്രേ അവൻ്റെ ഒരു ഫ്രണ്ട് കൂടി ആയിരുന്നു. എന്നിട്ടാണ് ഗ്രേ അവനെ ചതിച്ചത്. സീനിൽ നമ്മൾ കാണുന്നത് നമ്മളുടെ ടർബോവും ബ്ലൂവും നമ്മുടെ കാർണിറ്റോറസും എല്ലാം വെള്ളത്തിനടിയിലേ പോവുകയാണ്. അപ്പോൾ നമ്മളുടെ ബ്ലൂക്ക് ശ്വാസം കിട്ടാതായത്. ഇങ്ങനെ ടർബോ ആണെങ്കിലോ ബ്ലൂവിനെയും താങ്ങിയിട്ടാണ് നീന്തുന്നത്. അങ്ങനെ ഇവർ 3 പേരും മുകളിലേക്ക് എത്തുകയാണ്. ഇവർ ഇതുവരെ ഒരു കാണാത്ത സ്ഥലമായിരുന്നു അവിടെ. ഇവർ അതിശയപ്പെടുകയാണ്. പക്ഷേ ഇതാണ് ആ രാക്ഷസ ജീവിയുടെ സ്ഥലം.
ഇതാണ് അഗ്നിപർവ്വതത്തിൻ്റെ ഉൾഭാഗം. ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ബാക്കി നാളെ.